നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ബാഴ്സലോണയെ അവർ പരാജയപ്പെടുത്തിയത്. ഒരു ഘട്ടത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പിറകിൽ പോയിരുന്നു. പിന്നീട് ലുക്കാസ് വാസ്കസും ജൂഡ് ബെല്ലിംഗ്ഹാമും നേടിയ ഗോളുകൾ അവർക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ ബാഴ്സലോണയുടെ സ്പാനിഷ് യുവ പ്രതിഭയായ ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ നേടിയിരുന്നു. മത്സരത്തിന്റെ 69-ാമത്തെ മിനിറ്റിലായിരുന്നു ഫെർമിന്റെ ഗോൾ പിറന്നത്. അതിനുശേഷം സാന്റിയാഗോ ബെർണാബോയിലെ റയൽ മാഡ്രിഡ് ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം ആഘോഷിച്ചത് വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. അതായത് ആ ഒരു സൈഡ് ബോർഡിൽ കയറി നിന്ന് 2 കൈകളും വിടർത്തിയുള്ള ആ ഒരു സെലിബ്രേഷൻ ആയിരുന്നു ഫെർമിൻ ലോപ്പസ് നടത്തിയിരുന്നത്. ഇത് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ അനുകരിച്ചതാണ് എന്നുള്ള രൂപത്തിലായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. പിന്നീട് ആ മത്സരത്തിന്റെ അവസാനത്തിൽ ബെല്ലിംഗ്ഹാം ഗോൾ നേടുകയും റയൽ മാഡ്രിഡ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അതിലെ സത്യാവസ്ഥ ഫെർമിൻ ലോപ്പസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബെല്ലിംഗ്ഹാം കാരണമല്ല, മറിച്ച് ലയണൽ മെസ്സി കാരണമാണ് താൻ ആ ഒരു സെലിബ്രേഷൻ നടത്തിയത് എന്നാണ് ഇപ്പോൾ ലോപ്പസ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ആ രീതിയിൽ സെലിബ്രേഷൻ നടത്താൻ കാരണം അങ്ങനെയാണ് മെസ്സി സെലിബ്രേഷൻ ചെയ്തിരുന്നത്. അത് ഞാൻ ബെല്ലിംഗ്ഹാമിൻ്റേത് കോപ്പി അടിച്ചതല്ല, അല്ലെങ്കിൽ ബെല്ലിംഗ്ഹാമിനെ അനുകരിച്ചതല്ല, മറിച്ച് മെസ്സിയെ അനുകരിച്ചതാണ്. ഇതാണ് ഫെർമിൻ ലോപ്പസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മുൻപ് എൽ ക്ലാസിക്കോ മത്സരത്തിൽ റയലിനെതിരെ ഗോൾ നേടിയതിനു ശേഷം മെസ്സി ഇതുപോലെയുള്ള ഒരു സെലിബ്രേഷൻ നടത്തിയിരുന്നു. 2 കൈകളും വിടർത്തിക്കൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു അത്. അതിനെയാണ് താൻ അനുകരിച്ചത് എന്നാണ് ഫെർമിൻ ലോപ്പസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ സ്പാനിഷ് ദേശീയ ടീമിനോടൊപ്പം യൂറോ ക്യാമ്പിലാണ് ലോപ്പസ് ഉള്ളത്. ഇനി അടുത്ത പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജോർജിയയാണ് അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.